രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു മീൻകറി വെക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. എല്ലാവരും പലതരത്തിലാണല്ലോ മീൻകറി വയ്ക്കണേ. പക്ഷേ ഞാൻ മീൻകറി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം അതിനു വേണ്ടി നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പച്ചമുളക് പൊട്ടിച്ചു, അതിനുശേഷം കറിവേപ്പില പൊട്ടിച്ചു. അതെല്ലാം പൊട്ടിച്ചു അതിനുശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുടപ്പുളി ഉണക്കി വെച്ചതാണ് കേട്ടോ. അത് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. ഇനി ബാക്കി കഷ്ണങ്ങളെല്ലാം സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പിലെല്ലാം റെഡിയാക്കി കുനുകുനാ അരിഞ്ഞ് റെഡിയാക്കി. ഇനിയാണ് നമ്മുടെ മീൻ വെപ്പ് ആരംഭിക്കുക. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മീൻ വെപ്പ് ഇത്തിരി വെറൈറ്റിയാണെന്ന്. ഞാൻ ചീഞ്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിൽ ഉലുവ പൊട്ടിച്ചു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടു. അതിന് ശേഷം സവോള ഇട്ട് പതുക്കെ സവോള ഒന്ന് പതുക്കെ വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അന്ന് പതുക്കെ ഒന്ന് ഇളക്കി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലോണം വഴണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ടു. അതിൻ്റെ ഇടയിൽ നമ്മൾ മീനിൽ കുറച്ച് ഉപ്പിട്ട് വെച്ചു കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടു. അതിനെ നല്ലോണം വഴട്ടി. ഏകദേശം ഒരു 3 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1.5 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടത്. അങ്ങനെ നല്ലോണം വഴട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി നീളത്തിലെരിഞ്ഞത് ഇട്ടു. അങ്ങനെ നല്ലോണം ഒന്ന് വഴട്ടി കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അത് നല്ലോണം കുറുകി വരണം കേട്ടോ. അത് നല്ലോണം തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ആ മീൻ ചട്ടിയിലേക്ക് അത് ഒഴിക്കണം. നമ്മൾ അത് എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ഉണ്ടല്ലോ, അത് ആ വെള്ളത്തോടു കൂടി തന്നെ അതിൽ ഒഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടിയും ആ ചീഞ്ചട്ടി കഴുകി അതിൽ ഒഴിച്ചു. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി. ഇനി വേവാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫ്ലെയിം നല്ല പോലെ കൂട്ടി വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തിളക്കില്ലല്ലോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ടു. ഇനി നമ്മൾ തിളയ്ക്കാൻ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നല്ലോണം വെന്ത് കഴിഞ്ഞപ്പോൾ അരമുറി നാളികേരത്തിൻ്റെ പാൽ ഒറ്റ പ്രാവശ്യം അരച്ച് പിഴിഞ്ഞ് ഒന്നിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. അതതിൻ്റെ മീതെ ഒഴിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി. പതുക്കെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻകറി റെഡി. ഇനി നമ്മൾ ചോറിനാൻ പോവുകയാണേ. ചോറെടുത്തു, മീൻകറി ഒഴിച്ചു, കുറച്ച് കായുപ്പേരി ഉണ്ടായിരുന്നു അതിട്ടു, പിന്നെ പപ്പടം, പിന്നെ രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയായിരുന്നു ഇന്നത്തെ ഉച്ചക്കലത്തെ രൂപം. ഇത്രയുള്ള വീഡിയോ. ബായ്.